ഇനി ഞാൻ ഖദറിനെ കുറിച്ചിട്ടൊരു കാര്യം പറഞ്ഞുതരാം. എല്ലാ ആളുകൾക്കുള്ളൊരു ഡൗട്ടാണ്, അള്ളാഹു നേരത്തെ തീരുമാനിച്ച് എഴുതി വെച്ചതാണ്, പിന്നെ നമ്മൾ എന്തിനാണ് ജീവിക്കുന്നത് എന്നുള്ളത്. വലിയ സംഭവമായിട്ടും ഉത്തരം കിട്ടാത്ത ചോദ്യമൊക്കെ ആയിട്ട് നമുക്ക് തോന്നും. ഞാനൊരു എക്സാമ്പിളിലൂടെ അത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഞാനൊരു സ്പോർട്സ് അനലിസ്റ്റ് ആണെന്ന് വിചാരിക്കും. ഫുട്ബോളിനെ കുറിച്ചിട്ട് കൃത്യമായിട്ട് ധാരണ ഉള്ള ഒരാളാണ്. നാളെ ഒരു ഫുട്ബോൾ ടൂർണമെൻറ്റ് നടക്കാൻ പോവാണ്. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ഡയറിയിൽ ഇന്ന ടീം ജയിക്കുമെന്നും അവർ ഇത്ര ഗോൾ അടിക്കുമെന്നും ഞാൻ എഴുതി വെച്ചു. അത് അതുപോലെ തന്നെ നാളെ സംഭവിക്കുകയും ചെയ്തു. അപ്പോൾ തോറ്റ ടീമിനുള്ള ഒരുത്തം പറയാണ്, ഞങ്ങൾ തോറ്റത് ഞങ്ങൾക്ക് കളിക്കാൻ അറിയാത്തത് കൊണ്ടോ ഞങ്ങളെ കളി മോശമായത് കൊണ്ടോ അല്ല, പിന്നെയോ ഫുട്ബോളിനെ കുറിച്ചിട്ട് കൃത്യമായിട്ട് ധാരണ ഉള്ള ഒരു സ്പോർട്സ് അനലിസ്റ്റ് ഉണ്ട്, അനസ് എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹത്തിൻ്റെ ഡയറിയിൽ ഇന്ന ടീം ജയിക്കുമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ തോറ്റത് എന്ന് പറയുന്നതിൽ എന്ത് ലോജിക്കാണുള്ളത്? ഇതുപോലെയാണ് ഖദർ എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഇതിനേക്കാൾ പെർഫെക്റ്റ് ആണ് ഖദർ. കാരണം ഇതിപ്പം ഞാൻ മനുഷ്യബുദ്ധിക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തിയിലേക്ക് എക്സാമ്പിളിനെ ചേർത്ത് വെച്ച് പറഞ്ഞാണ്. പക്ഷെ ഖദർ എന്ന് പറയുന്നത് നിങ്ങൾ അള്ളാഹുവിലേക്കാണ് ചേർത്തി വെക്കേണ്ടത്. മനുഷ്യനോടൊരു സാമ്യതയും സാദൃശ്യവും ഇല്ലാത്ത ഏറ്റവും വലിയ ശക്തിയായ അള്ളാഹുവിലേക്ക് ചേർത്തി വെക്കുക. എന്നിട്ട് നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടുന്നില്ലെങ്കിൽ സ്റ്റോപ്പ് യുവർ തിങ്കിങ് അബൌട്ട് ഖദർ. ഖദറിനെ കുറിച്ചുള്ള നിങ്ങളെ ചിന്ത അവിടെ അവസാനിപ്പിക്കുക. ആമന്തു ബില്ലാ എന്നങ്ങോട്ട് പറഞ്ഞേക്കുക, അള്ളാഹുവിൽ ഞാൻ വിശ്വസിച്ചു എന്ന് പറഞ്ഞ് അവിടെ തീർക്കുക. പിന്നെ ചിന്തിക്കാൻ നിൽക്കരുത്.